BJP നേതൃത്വം സംസ്ഥാനത്ത് വലിയ ഇടപെടലൊന്നും നടത്തേണ്ട കാര്യമില്ല, സംസ്ഥാനത്തെ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തനിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്നുള്ളത് BJP നേതൃത്വത്തെയും പവൻ കല്യാണിനെയും അറിയിച്ചിരിക്കുകയാണ്. അതായത് ആന്ധ്രയിൽ 4/3 ഭൂരിപക്ഷവുമായാണ് TDP ഇത്തവണ അധികാരത്തിലേക്ക് കയറിയത്. സമീപകാലത്തെ TDPയുടെ ഏറ്റവും വലിയ ഗ്രാഫ് റെക്കോർഡ് തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും, മന്ത്രിസഭയിൽ മറ്റ് കക്ഷികളുടെ സഹായം പോലും വേണ്ട. എന്നിട്ട് പോലും BJPയെയും പവൻ കല്യാണിനെയും ഒപ്പം ഇരുത്തിയത് മാന്യതയുടെ പുറത്താണ്. തന്നെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ജഗൻമോഹൻ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒപ്പം നിന്നതിന് കൊടുത്ത ഒരു ഉപകാരം അല്ലെങ്കിൽ നന്ദി എന്ന രീതിയിലാണ്. എന്നാൽ ദേശീയ നേതൃത്വം NDAയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സഖ്യകക്ഷികളോടുള്ള സമീപനം അത്ര സുഖകരമല്ല എന്നുള്ളത് നായിഡു പറയുന്നതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയും. മുമ്പ് 2014 അശോക് ഗജപതി രാജു ആയിരുന്നു സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ, അതായത് കേന്ദ്ര വ്യോമയാന മന്ത്രി. അദ്ദേഹം രാജിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കാരണമായത് നായിഡു BJPക്കുള്ള പിന്തുണ പിൻവലിച്ചതാണ്. ഇക്കുറി പക്ഷെ നായിഡു പിൻവലിച്ചാൽ BJPക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം NDAയിൽ ഒരു പിളർപ്പുണ്ട്, അതും ആന്ധ്ര പോലുള്ള ഒരു സംസ്ഥാനത്തെങ്കിൽ ദക്ഷിണേന്ത്യയിൽ BJP സമ്പൂർണമായി പതനത്തിലേക്കാണ് എന്ന വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നമുക്കറിയാം ബീഹാർ എങ്ങനെയാണ് BJP പിടിച്ചെടുത്തത്. അതായത് ഒരു ഇത്തിള് പോലെ സഖ്യകക്ഷികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവർ പോലും അറിയാതെ അവരുടെ കൃത്യമായ ബേസ് വോട്ടുകളെ ഊറ്റിയെടുക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ് BJP എല്ലാ കാലത്തും അവലംബിച്ചിട്ടുള്ളത്. ശിവസേനയുടെ കാര്യം നോക്കൂ. മഹാരാഷ്ട്രയിൽ BJP ശിവസേനയുടെ തണലിൽ വളർന്ന ഒരു പാർട്ടിയാണ്. ബാൽ താക്കറെയുടെ തണലിലാണ് BJP പ്രവർത്തനം പോലും മഹാരാഷ്ട്രയിൽ നടത്തിയത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ബാൽ താക്കറെയുടെ മകനെ പെരുവഴിയിലാക്കുന്ന രീതിയിലേക്ക് BJP അവിടെ പല കളികളും കളിച്ചു. ഉദ്ധവ് ചെറുത്തുനിൽപ്പിന്റെ വക്കിലാണ്. ഇത് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും. ഒഡീസയിൽ നവീൻ പട്നായിക്കിനോട് കാണിച്ചതും ശിരോമണി അകാലിദളിനോട് പഞ്ചാബിൽ കാണിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഒരേ അടവ് നയങ്ങളാണ്. ബീഹാറിൽ നിതീഷിനെ ഒരു കണക്കിന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിരട്ടിയും അദ്ദേഹത്തിനോട് വിലപേശിയും BJP മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു. ഏകനാഥ് ഷിൻഡെ പോലും പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് രേവന്ത് റെഡ്ഡി പൊതുസദസ്സിൽ നായിഡുവിനെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ വാസ്തവത്തിൽ നായിഡുവിന്റെ പുരികൻ ചുളിക്കുകയായിരുന്നു. നായിഡുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് അപകടം പിടിച്ച കാര്യമാണ്. താൻ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്തു വെച്ച പ്രതീതിയാണ് ഇപ്പോൾ നായിഡുവിന്റെ മനസ്സിൽ ഉള്ളത് എന്നുള്ളത് കൃത്യമായി പറയാതെ പറയുകയാണ്.